തിന്മയാകുന്ന പിശാചിനെ യേശുനാഥനിലൂടെ കീഴ്പ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സിനഗോഗിൽ വച്ച് കർത്താവായ യേശുനാഥൻ അശുദ്ധാത്മാവ് ബാധിച്ചവനെ സൗഖ്യപ്പെടുത്തുന്നു. 3 സത്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ ഉള്ളത്. 1, തിന്മയ്ക്ക് മുകളിൽ നിലകൊള്ളുന്ന സത്യമാണ് ദൈവം. 2, തിന്മ നന്മയെ അഥവാ ദൈവത്തെ ഭയപ്പെടുന്നു. 3, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് എന്ന അശുദ്ധാത്മാവിൻ്റെ ഉച്ചത്തിലുള്ള സംഭാഷണവും തിന്മയ്ക്ക് ക്രിസ്തുവിൽ നിത്യനാശമുണ്ടെന്ന സൂചനയുമാണ് സുവിശേഷത്തിൻ്റെ കാതൽ. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, ക്രിസ്തുവിന് വേണ്ടി സന്നിഹിതരായിരിക്കുന്ന ജനത്തിനു വേണ്ടി ക്രിസ്തു സിനഗോഗിൽ പോകുന്നു. 1-ാമതായി യേശുവിന് വേണ്ടി നാം കാത്തിരിക്കുക, ആയിരിക്കുക എന്നതാണ് പരമപ്രധാനം. യേശുനാഥൻ എൻ്റെ അരികിലേക്ക് വരുവാനുള്ള ഏറ്റവും വലിയ ആത്മീയതയാണ് അത്. 2, ക്രിസ്തുവിനെ കേൾക്കുന്ന അവരിലേക്ക് തൻ്റെ അധികാരവും സൗഖ്യവും തൻ്റെ വചനത്താലും പ്രവൃത്തിയാലും യേശു അവർക്ക് സൗഖ്യവും ആത്മീയ ഉന്നമനവും പ്രദാനം ചെയ്യുന്നു. പ്രാർത്ഥന ഇത്രമാത്രമാണ്: നിന്റെ പുതു ചൈതന്യത്തിൻ്റെ വചനം കേൾക്കുന്നതിന് എൻ്റെ കാതുകളെ അനുവദിക്കണേ, അത് കർത്താവിനെ അനുഗമിക്കുന്നതിന് എന്നെ സഹായിക്കട്ടെ എന്ന്. എന്നാൽ യേശുവിനെ വളരെ വേഗം തിരിച്ചറിയുന്നത് അശുദ്ധാത്മാവാണ്. അവൻ കർത്താവിനെ വിളിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ്. അങ്ങനെ പിശാച് പരിശുദ്ധി ദൈവത്തിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതാണ് തിന്മയുടെ സാന്നിധ്യത്തെ അശുദ്ധാത്മാവ് എന്ന് ഇവിടെ വിളിക്കുന്നത്. അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ പ്രധാനമായി ഒരുവൻ്റെ ആത്മീയ ധർമ്മമെന്ന് കർത്താവായ യേശുനാഥൻ നമ്മോട് പറഞ്ഞു തരികയാണ് സുവിശേഷത്തിൽ. 3-ാമതായി, വിജയം ദൈവത്തിൻ്റേത് തന്നെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് അശുദ്ധാത്മാവിനെ കർത്താവ് പുറത്താക്കുന്നത്. ആരും അശുദ്ധിയിൽ ജീവിക്കേണ്ടവരല്ല, ക്രിസ്തുവിൽ ജീവിക്കേണ്ടവരാണ് എന്ന് യേശു നമ്മോട് പറയുന്നു. ക്രിസ്തു പകർന്നേകുവാൻ ശ്രമിച്ച ക്രിസ്തു ഉദ്ബോധനവും ക്രിസ്തു സൗഖ്യവും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളെന്നോണം നാം ആർജിക്കേണ്ടതുണ്ട്. നന്മയുടെയും തിന്മയുടെയും മധ്യേ വരയ്ക്കപ്പെട്ട യുദ്ധത്തിൻ്റെ വരയെയാണ് നാം ബോധ്യപ്പെടേണ്ടത്. എനിക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. നീ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക എന്നതാണ് പരമപ്രധാനം. യേശുവിനോട് ചേർന്ന് നിന്ന് തിന്മയാകുന്ന പിശാചിനെ നമുക്ക് കീഴ്പ്പെടുത്തി മുന്നോട്ട് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, പ്രാപിക്കും രോഗിക്കു സൗഖ്യം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം.
യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. 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 വിടുതലെന്നും പ്രാപിക്കാം.